നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അവകാശവാദങ്ങളൊന്നും നേടിയെടുക്കാനാകാതെ ഘടകകക്ഷികളുടെ പിന്തുണയിൽ ഭരിക്കേണ്ടി വന്നതിൻ്റെ നാണക്കേടും ഞെട്ടലും BJPയെയും മോദിയെയും വല്ലാതെ അലട്ടുന്നുണ്ട്. ഇനി അതിനെ അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗമെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മോദി ഇഫക്റ്റിനൊന്നും സംഭവിച്ചിട്ടില്ല, അമിത്ഷായുടെ ചാണക്യതന്ത്രം വൻ വിജയമാണ്, അതുപോലെ BJP ഈ രാജ്യം മുഴുവൻ കാവി പുതപ്പിക്കും തുടങ്ങിയ സ്ഥിരം വർത്തമാനങ്ങൾ ആവർത്തിക്കുക എന്നതാണ്. അതിലേക്കുള്ള ഒരു ശ്രമമാണ് BJP വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷേ BJPയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ BJP രക്ഷപ്പെടില്ല എന്നാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ രണ്ട് കണക്കുകൾ അല്ലെങ്കിൽ രണ്ട് സർവേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അതിലൊന്ന് ഹരിയാനയിലെ സർവേ റിപ്പോർട്ടാണ്. ഹരിയാനയിൽ ഒരു പ്രധാനപ്പെട്ട ഏജൻസി നടത്തിയ സർവേയിൽ 90 സീറ്റിൽ 60 സീറ്റ് വരെ കോൺഗ്രസ്സിന് കിട്ടുമെന്നും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അവിടെ സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് പറയുന്നത്. അതിനോട് ചേർത്ത് നിർത്തുന്ന വിധത്തിൽ തന്നെ ഹരിയാനയിൽ BJPയിൽ കൂട്ടരാജി ഉണ്ടാകുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജിവെച്ച് കോൺഗ്രസിൽ ചേരുന്നു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ചില ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ആം ആദ്മി പാർട്ടി സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും അത് കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 44% വോട്ട് ഷെയർ കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. അതുപോലെ ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗട്ടും ഒക്കെ കോൺഗ്രസിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന ആ സംസ്ഥാനത്തെ കാവ്യമുക്തമാക്കാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. എന്തായാലും ഹരിയാനയിൽ അങ്ങനെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ ഒരു സർവേ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോക്പോളിൻ്റെ സർവേയിലാണ് മഹാരാഷ്ട്ര സംസ്ഥാനം BJPയെ പടിയടച്ച് പിണ്ടം വയ്ക്കുമെന്ന് വ്യക്തമായി പറയുന്നത്. BJP നേതൃത്വം കൊടുക്കുന്ന NDAയ്ക്ക് 115 മുതൽ 128 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന് 141 മുതൽ 154 വരെ സീറ്റുകൾ കിട്ടുമെന്നും BJP വിരുദ്ധരായ മറ്റുള്ള കക്ഷികൾക്ക് ഏതാണ്ട് 18 സീറ്റുകൾ വരെ കിട്ടുമെന്നുമാണ് പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഉദ്ധവ് താക്കറെയുടെ ഭരണം, അതായത് മഹാവികാസ് അഘാഡിയുടെ ഭരണം BJP അവസാനിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ഏക്നാഥ് ഷിൻഡെയെയും അജിത് പവാറിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തിക്കൊണ്ടുള്ള ഒരു മിന്നൽ നീക്കമായിരുന്നു അത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിൽ BJPയിൽ NDAയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഏക്നാഥ് ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും ഒക്കെ BJPയുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം NDA ക്യാമ്പിൽ കൂട്ടക്കരച്ചിലും പൊട്ടിത്തെറികളുമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഒരു വലിയ വിജയം മഹാവികാസ് അഘാഡിക്ക് ഉണ്ടാകും. അതായത് ഈ പറയുന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേനയും NCPയും അത് ശരത് പവാർ വിഭാഗത്തിൻ്റെ NCPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ചേർന്നുകൊണ്ടൊരു വലിയ മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന സർവേയിൽ പറയുന്നത്. അങ്ങനെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളായ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും, അത് രണ്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്, ആ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ വിശാല പ്രതിപക്ഷ സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മഹാവികാസ് അഘാഡി സഖ്യത്തിന് കഴിയുകയാണെങ്കിൽ അത് BJPയുടെ നാശത്തിലേക്കുള്ള വീഴ്ച അത് വേഗത്തിലാക്കും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. അതായത് ഒരു കാരണവശാലും BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹരത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയില്ല എന്നും അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോൽവി ഉണ്ടായാൽ അത് BJPക്കുള്ളിലെ അസ്വാരസ്യങ്ങളും ആഭ്യന്തര കുഴപ്പങ്ങളും അത് പരമോന്നതിയിലെത്തിക്കുമെന്നും അത് BJPയുടെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സർവേ റിപ്പോർട്ടുകൾ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ കളത്തിൽ ഇറങ്ങിയിട്ടില്ല. പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി മുമ്പ് പറഞ്ഞിരുന്നത് പോലെയുള്ള വെല്ലുവിളികളോ ഭീഷണികളോ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നത് പോലുള്ള നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അമേരിക്കയിലെത്തിയ രാഹുൽ ഗാന്ധി സിംഹങ്ങളുടെ പല്ല് കൊഴിഞ്ഞു എന്ന മട്ടിൽ അമിത്ഷായെയും മോദിയെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്, രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് മുമ്പ് ആരും ചോദിക്കാനില്ലാതിരുന്ന, വിചാരിക്കുന്നതെന്തും നടപ്പാക്കാൻ കഴിയുമായിരുന്ന, വർഗീയതയിലൂന്നിക്കൊണ്ട് എന്തും വിളിച്ചു പറയാൻ കഴിയാവുന്ന ഒരു സ്റ്റാറ്റസിൽ നിന്ന് മോദിയും അമിത്ഷായും BJPയും ഒക്കെ വല്ലാതെ മാറിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ കളിയാക്കി പരിഹസിച്ച് അപഹസിച്ച് സന്തോഷിച്ചിരുന്ന ഇക്കൂട്ടർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് ശേഷം ഒരുപാട് മാറിയിരിക്കുന്നു. അതായത്
രാഹുൽ ഗാന്ധി ഒന്നും പിന്നെ അങ്ങനെ കാര്യമായി കടന്നാക്രമിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി മോദിക്കെതിരെ നേർക്കുനേർ വന്നിരിക്കുന്ന സമയമാണ്. ഇനിയും പ്രകോപിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ കുഴപ്പത്തിലാക്കാൻ പോയാൽ അത് അതിശക്തമായി തിരിച്ചടിക്കുമെന്ന ബോധ്യം ഇപ്പോൾ BJPക്കും മോദിക്കും ഷായ്ക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പ്രതിഫലനമാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ വിഭാഗം അല്ലെങ്കിൽ പ്രതിപക്ഷ ഐക്യം അത് രാജ്യവ്യാപകമാകുന്നതോടുകൂടി BJPയുടെ സാധ്യതകൾ വല്ലാതെ മങ്ങുന്നു. BJPക്ക് ഓരോ സംസ്ഥാനങ്ങളിലും അവർ കൈയടക്കി വെച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകേണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ വേദികളിലും കയറി ഘോരഘോരം പ്രസംഗിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തിരിച്ചടി ഭയന്നുകൊണ്ട് BJPക്ക് മോദിക്ക് അത് വിഴുങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് BJPയെ എത്തിച്ചത് രാഹുൽ ഗാന്ധിയുടെ നിർണായകമായ ഇടപെടലുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി നടത്തിയ ആ ഇടപെടലുകളുടെ തുടർച്ച ഇപ്പോൾ ഓരോരോ സംസ്ഥാനങ്ങളിലായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി വരുന്നു. അത് രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർ ലക്ഷ്യമിടുന്നത് AIDMK എന്ന ജയലളിതയുടെ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് ആ ആളുകളെ കൂടി വിജയുടെ പാർട്ടിയുടെ ഭാഗമാക്കുക, അത് ഇന്ത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ BJP നടത്തുന്ന എല്ലാ കളികൾക്കും, അതായത് തമിഴ്നാട് BJP വലിയ തോതിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ BJPയുടെ അഡ്രസ്സ് ഇല്ലാത്ത വിധത്തിലാക്കുക എന്നതാണ് ആ നീക്കത്തിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി ഈ രാജ്യത്ത് ഓരോരോ സംസ്ഥാനങ്ങളിൽ ആദ്യം ദേശീയ തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടി കൊടുത്തു. ഇനി അങ്ങോട്ട് ഓരോരോ തെരഞ്ഞെടുപ്പുകളിലായി, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലായി ശക്തമായ ഇടപെടൽ നടത്തി BJPയെ ഓരോ സംസ്ഥാനങ്ങളിലും ക്ഷയിപ്പിക്കുക, തളർത്തുക, തകർക്കുക എന്നതു തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം, കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അതുപോലെ ജമ്മു കാശ്മീരിലെ കാര്യമെടുത്താലും ജമ്മു കാശ്മീരിൽ സഖ്യങ്ങൾ ഉണ്ടാക്കി അവിടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ ചെന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും മാറ്റിമറിക്കുകയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പുതുതായി വരുന്ന ഓരോരോ സർവേകളും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിപക്ഷ ഐക്യം, ഈ സഖ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നത് അത് BJPക്ക് ക്ഷീണമുണ്ടാക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർവാധികം ശക്തിയായി തുടരും എന്നതിൻ്റെ തെളിവാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന സർവേ റിപ്പോർട്ടുകൾ.